മത്സര പരീക്ഷകളിൽ സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പരിചയപ്പെടാം. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? അതായത് സംഖ്യകളാണ്. ഏത്? 18, 12, 18, 27 എന്നിവയാണ് സംഖ്യകള്. ഇവ കൊണ്ട്, അതായത് ഒരു സംഖ്യയെ ഈ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം ശിഷ്ടം കിട്ടുന്നത് 8, 14, 23 എന്നിവയാണ്. അതായത് മാറ്റമുണ്ട് അല്ലെ. ആദ്യത്തേത് എന്താണ്? നമുക്ക് 3 സംഖ്യകൾ തരും. അവ കൊണ്ട് ഹരിച്ച ഒരു ശിഷ്ടമാണ് കിട്ടുന്നത്. പൊതുവായിട്ടുള്ള ഒരു ശിഷ്ടമാണ് കിട്ടുന്നത് അല്ലെ. പൊതുവായിട്ടുള്ള ഒരു ശിഷ്ടം കിട്ടിയിരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? LCM കണ്ടിട്ട് പ്ലസ് ശിഷ്ടം കണ്ടെത്തി അല്ലെ. പക്ഷെ ഇവിടെ വ്യത്യസ്ത ശിഷ്ടങ്ങളാണ് കിട്ടുന്നത്. ഒരു സംഖ്യയെ നമ്മൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശിഷ്ടങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സംഖ്യകളുടെ LCM കണ്ടെത്തണം. സംഖ്യകളുടെ LCM എത്രയാണ്? 12, 18, 27. 3 കൊണ്ട് ചെയ്യാലോ അല്ലെ. 3 കൊണ്ട് ചെയ്യാം. 4, 3, 12, 6, 3, 18, 9, 3, 27. ഇനിയോ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2, 2, 4, 3, 2, 6, 9 പോകില്ല അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 1, 3, 3, 3, 3, 9. ഇനി നമുക്ക് LCM എങ്ങനെയാണ്? 3 × 2 × 3 × 2 × 1 × 3 അല്ലെ. അങ്ങനെ നമുക്ക് LCM എത്ര കിട്ടുന്നു? LCM 108 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. LCM എത്രയാണ്? 108 ആണ്. ഇനി നമ്മൾ എന്താ, ഇത് സ്റ്റെപ്പ് 1 ആണ് കേട്ടോ. ആദ്യം സംഖ്യകളുടെ LCM കണ്ടെത്തുന്നു. ഇതെന്താണ്? ഇത് സ്റ്റെപ്പ് 1 ആണ്. ഈ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യകളും ഈ ശിഷ്ടങ്ങളും തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടെത്തണം. പൊതുവ്യത്യാസം കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഈ സംഖ്യയിൽ നിന്നും ഈ 8 കുറയ്ക്കുക. എത്ര കിട്ടും? 4 എന്ന് ഉത്തരം കിട്ടും അല്ലെ. ഈ 18 നിന്നും 14 കുറയ്ക്കണം. എത്രയാണ്? 4 എന്ന് ഉത്തരം കിട്ടുന്നു. 27 നിന്ന് 23 കുറയ്ക്കുന്നു. എത്രയാണ് പൊതുവ്യത്യാസം? 4. അപ്പൊ പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്? LCM നമുക്ക് 108 ആണ്. ഇനിയോ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ് അല്ലെ. 4 ആണ് ഇവിടെ പൊതുവ്യത്യാസം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരം എത്രയാണെന്ന് അറിയോ? LCM മൈനസ് നമ്മുടെ LCM എത്രയാണ്? 108. ഈ LCMനോട് എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം. നമ്മുടെ LCMനോട് എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നു? 104. അപ്പൊ സംഖ്യ മനസ്സിലായോ? 104 എന്ന സംഖ്യയെ 18 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോഴാണ് നമുക്ക് 8 എന്ന് ശിഷ്ടം കിട്ടുന്നത്. 104 എന്ന സംഖ്യയെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 14 എന്ന് ശിഷ്ടം കിട്ടുന്നു. 104 എന്ന സംഖ്യയെ 27 കൊണ്ട് ഹരിക്കുമ്പോൾ 23 ശിഷ്ടം കിട്ടുന്നു. മനസ്സിലായോ?